മൈ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്നത്തെ റെസിപ്പി പരിപ്പും മാങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്ന്. പരിപ്പ് മാങ്ങാക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. ഞാൻ ഓൾറെഡി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ്. അത് 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടിയും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പത്ത് ചെറിയുള്ളിയും 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. ഉള്ളിലേക്ക് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമാങ്ങയാണ്. ഞാനിവിടെ 1 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിയുള്ള മാങ്ങയാണിത്. കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്ത് മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പരിപ്പ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പും കൂടി നോക്കുക, വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയ്യോ, മാങ്ങാക്കറി അല്ലല്ലോ, പരിപ്പും മാങ്ങയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു പെർഫെക്റ്റ് കോംബോ ആണ് ഈ ഒരു കറി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കല്ലേ? വെറുതെ നോക്കിയിരുന്ന് കൊതി വിടാതെ വേഗം പോയി ഉണ്ടാക്കി നോക്കിയോളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.